അവരിത് കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം കേട്ടോ, പെരേരയുടെ ഒരു ഫീലിങ്സ് എ വെച്ചും എസ് വെച്ചുള്ള ആരാണെന്നെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ സീരിയലിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പേയ്മെന്റ് ഒക്കെ കിട്ടുന്നുണ്ട്, കറക്റ്റാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലക്ഷറി ലൈഫൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ഓഫ് കോഴ്സ് നമ്മൾ പുറത്ത് വേറെ എന്തെങ്കിലും ജോലി ചെയ്യണം. ഒരു നിയമവും ഇല്ല. ഇവിടുത്തെ ആൾക്കാർ അങ്ങനെ ആക്കിയതാണ് സീരിയസ്ലി. ഇപ്പം ഞാനൊരു സീരിയൽ ചെയ്തിട്ടുണ്ട്, ആവണി എന്ന് പറഞ്ഞൊരു സീരിയൽ പണ്ട് ചെയ്തിട്ടുണ്ട്. അത് പച്ചയായിട്ട് ഒരു പാവപ്പെട്ട ഒരു ഫാമിലിയിൽ ഒരു പെൺകുട്ടിയുടെ കാര്യമാണ് കാണിക്കണേ. ആ സീരിയൽ 130 എപ്പിസോഡേ പോയിട്ടുള്ളൂ. ആൾക്കാർക്ക് അത് കാണണ്ട. സിനിമ എടുക്കുന്നത് ഡ്യൂറേഷൻ ടൈം കൊടുത്തിട്ടുണ്ട്. സിനിമയ്ക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ടൈം കിട്ടും. ഒരു എന്നാലും നമുക്ക് ആ ഒരു നമ്മൾ ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മൾക്ക് ഹായ്, നമസ്കാരം. ഏവർക്കും AJP ടോക്ക് ഷോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ അനൂപ് സൂര്യയും വിഷ്ണു വിജയനുമാണ്. അപ്പോൾ ഇത് സ്വാഗതം ചെയ്യാം. ഹായ്. ഹായ് ഹായ് ചേട്ടാ. ഹലോ, നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? വിശേഷങ്ങൾ നല്ല വിശേഷമാണ്. ഞങ്ങളിപ്പോൾ ഒരു ഇനോഗ്രേഷൻ പ്രോഗ്രാം കഴിഞ്ഞിട്ട് വരുന്ന വഴിയിലാണ് AJP വിളിക്കുന്നത്, ഇങ്ങനൊരു ഇൻ്റർവ്യൂ തരണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ AJP വിളിച്ചു കഴിഞ്ഞാൽ വരാതിരിക്കാൻ പറ്റുമോ? ഞങ്ങൾ ഇൻഡസ്ട്രിയിൽ 1-2 വർഷത്തിന് മുകളിലായിരുന്നു ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നത്. അതെ അതെ. അല്ല, ഇപ്പം ഞങ്ങളൊരു 5-6 വർഷമായിട്ട് സീരിയൽ ഇൻഡസ്ട്രിയിൽ ഭയങ്കര എന്താ ആക്റ്റീവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനേക്കാളിലൊക്കെ വൈറൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AJP ആണ്, അല്ലേ? എല്ലാവർക്കും അറിയാം. ഞങ്ങളെ പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അറിയില്ല. പക്ഷെ AJP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ വയ്യാത്തൊരു ആൾക്കാരാണ്. ചോദിക്കാനുള്ള സീരിയൽ ഇൻഡസ്ട്രി നിൽക്കുന്ന ആൾക്കാരാണല്ലോ. അതെ അതെ. അപ്പോൾ ഒരുപാട് ഇന്റർവ്യൂകളിലൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഇന്റർവ്യൂ കൊടുക്കാത്തത്? ശരിക്കും പറഞ്ഞാൽ ഇന്റർവ്യൂ കൊടുക്കാത്തതെന്ന് വെച്ചാൽ ആൾക്കാർ നമ്മളെ സമീപിക്കും, ഈ കോണ്ടാക്ട് ചെയ്യും, ഇന്റർവ്യൂ തരാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒന്നാമത് സമയത്തിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും കൊണ്ട് പിന്നെ വെറുതെ. പിന്നെ ഓഫ് കോഴ്സ് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെയാണ് സീരിയലിലുള്ള ആൾക്കാരെയുള്ള പ്രത്യേകിച്ച് ഇൻ്റർവ്യൂസൊക്കെ വളരെ കുറവാണ്. നമ്മൾ കൊടുത്തിട്ടുണ്ട്, 1-2 ഇൻ്റർവ്യൂസൊക്കെ കൊടുത്തിട്ടുണ്ട്, 2 കുറേ ഇൻ്റർവ്യൂസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ വൈറലാവുന്നതെന്ന് പറയുന്നത് AJP, ഓഫ് കോഴ്സ് AJP പോലുള്ള റിവ്യൂസ് ആണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ ഇനി എന്തൊക്കെ കിടന്ന് പറഞ്ഞാലും നമ്മളൊക്കെ ഒരു ക്യാരക്ടറൈസ്ഡ് ആണ്. അതായത് സീരിയലിൽ വരുന്ന ക്യാരക്ടേഴ്സ് ഉണ്ട്, അത് വെച്ചിട്ടാണ് നമ്മളെ ആൾക്കാർ അനലൈസ് ചെയ്യുന്നത്. ഇപ്പോൾ സിനിമ പോലെയല്ല, സിനിമയിൽ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് വരും. അപ്പോൾ ആ ഒരു നേച്ചർ ഓഫ് ആക്ടിങ്ങിലൊക്കെ ഡിഫറൻസ് ഉണ്ട്. എനിക്ക് ചോദിക്കാം, സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ? സ്ട്രഗിൾ നല്ലപോലെ ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി സീരിയലിൽ. എനിക്ക് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ സ്ട്രഗിൾ മീൻസ് ഇപ്പോൾ ഒരുപാട് പേര് സീരിയൽ സിനിമ എന്ന് പറയുമ്പോൾ ലക്ഷറി ലൈഫ്, ആഡംബര കാറ്, അങ്ങനെ സുഖ ലൈഫ് എന്നൊക്കെ പറയുന്നത് കേൾക്കാം. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണ്? തികച്ചും അതൊക്കെ ഒരു പൊള്ളയായ കാര്യങ്ങളാണ്. നമ്മൾ സീരിയലിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പേയ്മെൻ്റ് ഒക്കെ കിട്ടുന്നുണ്ട്, കറക്റ്റാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലക്ഷറി ലൈഫൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ഓഫ് കോഴ്സ് നമ്മൾ പുറത്ത് വേറെ എന്തെങ്കിലും ജോലി ചെയ്യണം. അല്ലാണ്ട് സൈഡായിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ ലക്ഷറി ലൈഫൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എടുത്താലും അത് തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ ഹീറോസ് ആയിരിക്കണം, സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ഹീറോ ലെവലിൽ എത്തണം. അല്ലാതെ സീരിയൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലിമിറ്റഡ് ഇൻകംസ് ആണുള്ളത്. അപ്പം ഇൻകംസ് ഉണ്ട് ഓഫ് കോഴ്സ്, പക്ഷേ ഇതെല്ലാം സ്റ്റോറി റൈറ്ററിൻ്റെ കയ്യിലായിരിക്കണം. ചില മാസങ്ങളിൽ നമുക്ക് കുറച്ച് ഡേറ്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്, ചില മാസങ്ങളിൽ കൂടുതൽ ഡേറ്റ്സ് ഉണ്ടാവും. പക്ഷേ ഇത് നമുക്ക് റെഗുലർ ഇൻകം എന്ന് പറഞ്ഞ് സർവൈവ് ചെയ്യണമെങ്കിൽ ഓഫ് കോഴ്സ് നമുക്കൊരു സൈഡ് ബിസിനസ് ഉണ്ടാവണം. എനിക്ക് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ സീരിയലിൽ ഇപ്പോൾ ഇങ്ങനെ ഒരുപാട് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണല്ലോ. സിനിമ എന്ന് പറയുന്നത് 2.5 മണിക്കൂറും സീരിയൽ എന്ന് പറയുന്നത് ഒരു 2-3/4 വർഷമൊക്കെ എടുക്കുന്ന സീരിയലുണ്ട്. അപ്പോൾ ആ ഒരു വലിച്ചു നീട്ടലിൻ്റെ ആവശ്യമുണ്ടോ? ശരിക്കും സീരിയൽ ആർട്ടിസ്റ്റാണല്ലോ നിങ്ങൾ. അതെ, അത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് അതനുസരിച്ച് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. പക്ഷെ ചില സീരിയലുകൾ പരാജയമാണെന്ന് പറയുന്നുണ്ടല്ലോ, പേരെടുത്ത് ഞാൻ പറയുന്നില്ല. അല്ല, ഓഫ് കോഴ്സ് എല്ലാ സിനിമയും വിജയിച്ചോളണമെന്നില്ലല്ലോ. കറക്റ്റ്. ചില സീരിയൽസ് പരാജയമാണ് ഓഫ് കോഴ്സ്. ഇതെല്ലാം മാർക്കറ്റിംഗ് ടീമിൻ്റെ ഒരു കളികളാണ്. അത് നമ്മുടെ ടൈമിങ്ങിൻ്റെ പോലെ ഇരിക്കും. സീരിയലിൻ്റെ പ്രൈം ടൈംസ് ഉണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പ്രേക്ഷകരൊക്കെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6:30 മുതൽ 10:30 വരെയാണ് ഈ സീരിയലിൻ്റെ ടൈംസ് ഉള്ളത്, അല്ലേ? അപ്പോൾ ഈ 6:30 എന്ന് പറയുന്നത് എല്ലാവരും വിളക്ക് കത്തിച്ച് നാമം ജപിക്കുന്നത്, അല്ലെങ്കിൽ ബൈബിൾ തുറന്ന് പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ ഖുർആൻ വെച്ചിട്ട് ആ ഒരു പ്രെയർ ടൈം ആയിരിക്കും. അപ്പോൾ ഈ 6:30 വരുന്ന സീരിയലൊക്കെ ഓഫ് കോഴ്സ് നിങ്ങൾ നോക്കിയാൽ മതി, ആരും കാണലുണ്ടാവില്ല. ഒരു 7 തൊട്ട് ഒരു 7:30 തൊട്ട് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സീരിയൽസ് ഒരു 9 മണി വരെ ആൾക്കാരൊക്കെ കാണുന്നതായിരിക്കും. ആ സമയത്ത് TV ഓണാക്കി കഴിഞ്ഞാൽ പിന്നെ ഓഫാക്കാറില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഓഫ് കോഴ്സ് ഈ ഒരു മാർക്കറ്റിംഗ് ടൈം ഉണ്ട്. ആ ഒരു ടൈം ബേസ് ചെയ്തിട്ടാണ് ഈ സീരിയലിൻ്റെ ഒക്കെ മുൻപോട്ടുള്ള വളർച്ച. അല്ലാതെ ഈ സീരിയലിൽ നമ്മൾ കുറച്ച് റിയാലിറ്റി കൊണ്ടുവരിക, അല്ലെങ്കിൽ ഫിലിമിൽ ഇപ്പോൾ കാണിക്കുന്ന പോലെ തന്നെ ഒരു റിയലിസ്റ്റിക് ക്യാരക്ടേഴ്സ് കൊണ്ടുവരിക എന്നതിലൊന്നും ഒരു കാര്യമില്ല. ഇത് ആൾക്കാർ കാണുന്നത് അതൊന്നും അല്ല.
ആൾക്കാർക്ക് കാണേണ്ടത് എന്താ, ഈ കുടുംബത്തിലെ അമ്മായിയമ്മ, കുറച്ച് റിച്ച് ആയിട്ടുള്ള അമ്മായിയമ്മ, മരുമോളുടെ അടുത്ത് കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്ന സീൻസ്, ഈ സാധനങ്ങളൊക്കെയാണ് ആൾക്കാർക്ക് പറഞ്ഞ സീരിയലിൽ ഇപ്പോൾ ഒരു അടുക്കളയിൽ നിന്നൊരു സീൻ ചെയ്യുമ്പോൾ പട്ടസ കൊടുക്കണമെന്നൊക്കെ നിയമമുണ്ടോ? ശരിക്കും ഒരു നിയമവും ഇല്ല. അത് നമ്മള് ഇവിടുത്തെ ആൾക്കാർ അങ്ങനെ ആക്കിയതാണ്. സീരിയസ്ലി ഇപ്പം ഞാനൊരു സീരിയൽ ചെയ്തിട്ടുണ്ട്, ആവണി എന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ പണ്ട് ചെയ്തിട്ടുണ്ട്. അത് പച്ചയായിട്ട് ഒരു പാവപ്പെട്ട ഒരു ഫാമിലിയിൽ ഒരു പെൺകുട്ടിയുടെ കാര്യമാണ് കാണിക്കണേ. ആ സീരിയൽ 130 എപ്പിസോഡേ പോയിട്ടുള്ളൂ. ആൾക്കാർക്ക് അത് കാണണ്ട, മനസ്സിലായില്ലേ? നമ്മുടെ പ്രേക്ഷകർക്ക് കാണേണ്ടത് എന്താണ്? റിച്ച് ഫാമിലിയിലുള്ള ഈ നടക്കുന്ന പ്രശ്നങ്ങളാണ് കാണേണ്ടത്. സാധാരണ ഒരു ഫാമിലിയിൽ നടക്കേണ്ട കാര്യങ്ങൾ ആൾക്കാർക്ക് കാണണ്ട. മാർക്കറ്റിംഗ് ടീംസ് ഈ ചാനലിൽ ഇരുന്നിട്ട് അവർ നോക്കണത് എന്താണ്, ഇത് ഏത് ടൈമിലാണ് കൂടുതൽ ആൾക്കാർ കാണുന്നത്. അപ്പോൾ നമ്മുടെ സീരിയൽസ് വെച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള ഈ ചെറിയ ഫാമിലി അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്ന സീരിയലുകൾ ആൾക്കാർ കാണുന്നില്ല. റിച്ച് ഫാമിലിയിൽ നടക്കുന്ന പ്രോബ്ലംസ് മാത്രമേ ആൾക്കാർ കാണുള്ളൂ. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, പെട്ടെന്ന് സീരിയലുകൾ പിൻവലിക്കുന്നു. കുറച്ച് എപ്പിസോഡ് വരെ വന്നിട്ട് ഇപ്പം ഞാൻ 1-2 സീരിയലിൽ ഞാൻ വർക്ക് ചെയ്യുന്നു. ശരി, അത് ശരി. മീനൂസ് കിച്ചൺ പെട്ടെന്നൊക്കെ എപ്പിസോഡുകൾ തീർത്ത് ആ ക്ലൈമാക്സ് നമുക്ക് മനസ്സിലാവുന്നില്ലാത്ത രീതി, മനസ്സിലാവുന്നുണ്ട് പക്ഷേ ആ ഒരു എൻഡിങ് വരുന്നില്ല. ഇല്ല, അത് കഥയൊന്നും നമ്മൾ ഒരിക്കലും ഞാൻ സീരിയലിൽ അഭിനയിച്ചിട്ട് സീരിയലിനെ കുറ്റം പറയണമെന്നല്ല. സീരിയൽ ഈ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നാളെ ഞാൻ അവൈലബിൾ അല്ല, എനിക്ക് വേറൊരു പ്രോഗ്രാം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റർ അപ്പം തന്നെ മാറ്റി എഴുതിയിട്ട് എന്നെ അവോയ്ഡ് ചെയ്തിട്ട് പകരം വേറൊരു സീൻ കയറ്റും എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇന്ന സ്റ്റോറി ഇന്ന രീതിയിൽ കാസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇന്ന രീതിയിൽ പെർഫോം ചെയ്യണം എന്ന് വെച്ചിട്ട് ചെയ്യണ ഒരു സ്റ്റോറിയൊന്നും അല്ല ഈ സീരിയലിൽ. ഇപ്പം ഞാൻ അവൈലബിൾ അല്ലെങ്കിൽ അടുത്ത ആളെ വെച്ചിട്ട് ആ സ്റ്റോറി. നമ്മളിപ്പോൾ സിനിമയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴേ എന്തൊക്കെ വ്യത്യാസമാണ് ഒരു സീരിയൽ ലൊക്കേഷനിൽ ഉണ്ടാവുന്നത്? ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള, എന്നാലും എനിക്കറിയാം, എന്നാലും പ്രേക്ഷകർ നിങ്ങൾക്ക് കമ്പാരിസൺ സിനിമ ലൊക്കേഷനൊക്കെ സെയിം തന്നെ കാര്യങ്ങളാണ്. പിന്നെ സിനിമയിലുണ്ടെന്ന് വെച്ചാൽ സിനിമ കുറച്ചുകൂടി ക്വാളിറ്റിയാണ്. സിനിമ എടുക്കുന്നത് ഡ്യൂറേഷൻ ടൈം കൊടുത്തിട്ടുണ്ട്. സിനിമയ്ക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ടൈം കിട്ടും. ഒരു വിചാരിച്ചോ, എന്നാലും നമുക്ക് ആ ഒരു നമ്മൾ ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മൾക്ക് അവർ ഓക്കെ. അല്ല, ഞാനൊരു ഡിഫറൻസ് പറഞ്ഞുതരാം. ഒരു സിനിമയിൽ ഒരു ദിവസം ഷൂട്ട് ചെയ്യുന്നത് ഒരു സീനോ 2 സീന് മാക്സിമം 3 സീൻസ് ആയിരിക്കും അല്ലേ? സീരിയൽ ഒരു ദിവസം എടുക്കുന്നത് മാക്സിമം 17 തൊട്ട് 20, ഒരു ദിവസം 17 തൊട്ട് 20 സീൻ വരെ ഒരു സീരിയൽ മനസ്സിലായില്ലേ? അറിയാലോ. അപ്പോൾ ഒരു സീരിയലിന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം മാക്സിമം ഒരു എപ്പിസോഡ് അല്ല വേണ്ടത്, 2 എപ്പിസോഡ് അവർക്ക് ഷൂട്ട് ചെയ്യണം. അതായത് 20 to 40 മിനിറ്റ്സ് അവർക്ക് ഫുട്ടേജ് കൊടുക്കണം. അപ്പോൾ ഇതിനകത്ത് അവർ ക്വാളിറ്റി നോക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ആർട്ടിസ്റ്റിന്റെ പെർഫോമൻസ് അവർക്ക് അധികം നമുക്ക് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കാൻ പറ്റൂല. പിന്നെ എനിക്ക് ചോദിക്കാനുള്ള, സീരിയൽ ഫെസിലിറ്റി കൊടുക്കുന്നുണ്ടോ? എങ്ങനെ ഈ ക്യാരവാൻ പോലത്തെ സംഭവങ്ങൾ? അയ്യോ, അതൊന്നുമില്ല. നമ്മൾ ജൂനിയർ ആർട്ടിസ്റ്റ് പോലെ തന്നെ നമ്മളവിടെ പോകുന്നു, അഭിനയിക്കുന്നു. നമുക്ക് അവിടെ എന്തെങ്കിലും റൂം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ യൂസ് ചെയ്യാം. അല്ല, മാറ്റങ്ങൾ വേണമെന്നുണ്ടോ? ഞാൻ പറയുന്നത് അതൊരു ആഡംബരം എന്നല്ല പറയുന്നത്. അല്ല, മാറ്റം വേണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ പോലും സീരിയലിൻ്റെ ആ ഒരു കോസ്റ്റിംഗ് അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റൊക്കെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയാം. നമുക്കൊരു സീരിയലിന് വരുന്ന ഒരു ഇൻകവും ഈ ആർട്ടിസ്റ്റുകൾക്ക് കൊടുക്കുന്ന പേയ്മെൻറ്റ് അല്ലെങ്കിൽ ബാക്കിയുള്ള എക്സ്പെൻസ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും അത് വർക്കൗട്ട് ആവില്ല. അതായത് ഈ ഒരു കാരവാൻ കൊടുക്കലോ. പക്ഷേ ഞാൻ ഓൾറെഡി തമിഴിൽ ഈ കുക്ക് ഓഫ് ഫിലിമിൻ്റെ ഷൂട്ടും കാര്യങ്ങളും ചെയ്യുമ്പോൾ അവിടെ ഈ കാരവാനും കാര്യങ്ങളും ഫെസിലിറ്റീസ് കൂടുതലാണ്. പക്ഷെ സീരിയലിനെ അപേക്ഷിച്ച് തമിഴ്നാട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേക്ഷകർ കൂടുതലാണ്, കുറച്ചും കൂടി ബെറ്റർ ആണ്. പക്ഷേ ശരിക്കും കുക്ക് ഓഫ് എന്ന് പറഞ്ഞ സീരിയൽ, അത് സീരീസ് അല്ലേ? സീരീസ് അത് ശരിക്കും ക്യാമറയാണോ ഐഫോൺ ആണോ ഷൂട്ട് ചെയ്യണത്? ക്യാമറയിൽ തന്നെ. പക്ഷേ ഈ ഒരു വെർട്ടിക്കൽ സീരീസ് ആണ്. നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്ക്രോൾ ചെയ്യാൻ കാണാറുണ്ട്. അതെ, ഈ കുക്ക് ഓഫ് ഫിലിമിൽ കൂടുതലും ഓഡിയോ അല്ലേ വന്നുകൊണ്ടിരുന്നേ. അപ്പം അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു പ്രിവ്യൂ ഷോ പോലാണ് ഈ സാധനങ്ങൾ എടുക്കണത്, മനസ്സിലായി? അതിൻ്റെ അത് കംപ്ലീറ്റ് സ്റ്റോറി ഉണ്ടാവില്ല, പ്രിവ്യൂ ഷോസ് ആണ് എടുക്കുന്നത്. അപ്പോൾ അതെല്ലാം മൊബൈലിലാണ് കാണുന്നതുകൊണ്ടാണ് അത് വെർട്ടിക്കലി എടുക്കുന്നത്. ഇപ്പം എനിക്ക് ചോദിക്കുകയാണ്, ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് നിന്നുകൊണ്ടാണ് നിങ്ങളിപ്പോൾ സീരിയലിലേക്ക് ഒരുപാട് വർഷങ്ങളായി, എന്നാലും ആ ഒരു മേഖലയിൽ നിന്ന് ഈ ഒരു മേഖലയിലേക്ക് എത്തിയപ്പോൾ ഇത്ര ഒരുപാട് വേഷങ്ങൾ ഒരുപാട് കൂടുതൽ കിട്ടുന്നുണ്ടാവും, പക്ഷേ സിനിമയിലേക്ക് അധികം ശോഭിക്കുന്നില്ല എന്നൊരു തോന്നലുണ്ടോ രണ്ടുപേർക്ക്? അങ്ങനെ ചോദിച്ചാൽ ഇപ്പൊ സിനിമയിലേക്ക് അത് ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണ ശരിക്കും പറഞ്ഞാൽ ഈ സീരിയൽ നടന്മാർക്ക് ഒരിക്കലും സിനിമയിൽ ചാൻസ് കിട്ടുന്നില്ല. എന്നെ സംബന്ധിച്ച് വെച്ചാൽ നമുക്ക് കോണ്ടാക്ട്സ് ഉണ്ടെങ്കിൽ, നമുക്ക് നല്ല ബന്ധങ്ങളും കാര്യങ്ങളും, നമുക്ക് പെർഫോമൻസ് ചെയ്യാനുള്ള ഒരു ഫ്ലോർ. അല്ല, അങ്ങനെയല്ല. അത് കഴിഞ്ഞ ദിവസം സാജൻ സൂര്യൻ ചേട്ടൻ ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, കണ്ടിരുന്നല്ലേ? സാജൻ പറഞ്ഞ കറക്റ്റാണ്. അതായത് ഫസ്റ്റ് നായകനായിട്ട് സിനിമയിൽ വന്നതാണ്. പക്ഷേ ഈ ആൾക്കാർ, ഈ സിനിമയിലുള്ള കുറച്ച് ആൾക്കാർ അവർ മൊത്തത്തിലൊരു ഗ്രൂപ്പിസം അല്ല, അവരങ്ങോട്ട് ആക്കി വെച്ചിരിക്കുകയാണ്. സീരിയലിലുള്ളവർക്ക് സിനിമയിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല, സീരിയൽ എക്സ്പ്രഷൻസ് കൂടുതലാണ്. എന്തുകൊണ്ടാണ്?
എക്സ്പ്രഷൻസ് കൂടുതൽ വരുന്നത്. സീരിയലുകാർക്ക് ഡ്യൂറേഷൻ കൂടുതൽ വേണം. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഒരു ദിവസം 40 മിനിറ്റ് വേണം. അപ്പോൾ ഒരു സീൻ എടുക്കുകയാണെങ്കിൽ ആ സീനിന് മാക്സിമം ഡ്യൂറേഷൻ കൂട്ടാൻ പറ്റുമെങ്കിൽ അവർ അത്രയും കൂട്ടി വെക്കും. ഇപ്പോൾ ഒരു എക്സ്പ്രഷനിൽ ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു സങ്കടത്തിൻ്റെ എക്സ്പ്രഷനിൽ ഞാൻ അത്രയും എലാബറേറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ അത്രയും സെക്കൻഡും കൊണ്ട് അവർക്ക് കൂടുതൽ കിട്ടും. അത് നല്ലതാണെങ്കിൽ. സിനിമയിൽ അങ്ങനെയല്ല, മനസ്സിലായില്ലേ? അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മളൊരു ആർട്ടിസ്റ്റാണ്. സിനിമയിലാണെങ്കിലും സീരിയലാണെങ്കിലും നമ്മൾ ആർട്ടിസ്റ്റാണ്. ഇപ്പം എന്താണ് ഡയറക്ടറിന് വേണ്ടത് നമ്മളത് കൊടുക്കും, ഔട്ട് നമ്മൾ കൊടുക്കും. പക്ഷേ ഈ സീരിയൽ കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിലുള്ള ഡയറക്ടേഴ്സ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ അവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കാൻ റെഡിയാണ്. പക്ഷേ അവരെന്താ അവരൊരു ആ സീരിയൽ ആർട്ടിസ്റ്റ് എന്നുള്ള ലെവലിൽ അവർ അങ്ങ് അനലൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സീരിയൽ ആർട്ടിസ്റ്റിന് മറ്റൊന്നും അറിയില്ല, അവർക്ക് ഈ എക്സ്പ്രഷൻ ഇടാൻ മാത്രമേ അറിയുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് ഒരു സീൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ കുറേ ടൈം എടുത്താണ് അത് ചെയ്യുന്നത്. അങ്ങനെയൊന്നും ഇല്ല. ശരിക്കും നമുക്ക് നിങ്ങൾ പറയുകയാണ് ഇപ്പം അത് റീൽസ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പല സീരിയൽ ആർട്ടിസ്റ്റുകളും റീൽസ് ചെയ്ത് അത് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായി? ഇപ്പം നിങ്ങളെല്ലാവരും വിളിക്കുന്നത് എന്താണ്? ഈ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് റീൽസ് ചെയ്യുന്ന ആൾക്കാരെയാണ് ഇപ്പോൾ സിനിമയിലോട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. സീരിയൽ ആർട്ടിസ്റ്റുകളും റീൽസ് ചെയ്യുന്നുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ എന്നിരുന്നാൽ പോലും സീരിയൽ ആർട്ടിസ്റ്റുകളെ ഭയങ്കരമായിട്ട് അവഗണനയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായി? എന്തുകൊണ്ടെന്ന് വെച്ചാൽ സീരിയലിൽ അതാണ് വേണ്ടത്. അവർക്ക് ഡ്യൂറേഷൻ മാക്സിമം പിടിക്കാം. ഈ ആത്മബോധ സംഘടന ഉണ്ടല്ലോ, മെമ്പർഷിപ്പ് ഉണ്ടോ? ഉണ്ടല്ലോ. അതെ അതെ. അപ്പോൾ ചോദിക്കാനുള്ള, അമ്മയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ആത്മയിലും ഉണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ രണ്ടും കൂടി ഒരു വെള്ളത്തിൽ കൊണ്ടുപോകുക എന്ന് പറയുന്നത് ശരിയാണോ? ശരിക്കും സിനിമയിലും സീരിയലിലും ഒരുമിച്ച് അഭിനയിക്കുന്ന നടന്മാരുണ്ട്, ക്യാരക്ടർ ആർട്ടിസ്റ്റുകൾ. അതിനെപ്പറ്റി പറയാണെങ്കിൽ എനിക്ക് പറയാനുണ്ട്. ഈ അമ്മയിൽ ഈ ന്യൂസൊക്കെ ഇത്ര എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട കാര്യം എന്താണ്? ഈ അമ്മയിൽ വർക്ക് ചെയ്യുന്ന കുറേ ആർട്ടിസ്റ്റുകൾ ചേർന്നിട്ടുള്ളൊരു ഗ്രൂപ്പിലാണ് അമ്മയിലുള്ളത്. ഇത് പബ്ലിക്കിന് എന്താണ് ഇവരെയും കൊണ്ട് യൂസ്? ഈ പബ്ലിക്കിന് ഈ ന്യൂസ് വാല്യൂ ഇത്രയും കൊടുക്കേണ്ട കാര്യം എന്താണ്? ഇവർക്ക് എന്തെങ്കിലും ഈ പബ്ലിക്കിന് ആൾക്കാരുടെ ആവശ്യമുണ്ടോ? ആത്മീയ സെയിമാണ്. ഞങ്ങൾ ആത്മീയമുള്ള എന്താ പറയുക, അതിനകത്തുള്ളവരൊന്നും ഇത്ര വലിയ ഇതൊന്നും കൊടുക്കുന്നില്ല. ഈ സിനിമ ആർട്ടിസ്റ്റുകൾ, ഫിലിം ആർട്ടിസ്റ്റുകൾ കുറച്ച് ഫെയിം ആയതുകൊണ്ട് അവരെങ്ങോട്ട് പോയാലും ഫെയിം ആവും. അലൻ ജോസിന് തന്നെ അറിയാതിരിക്കും. നിങ്ങളൊരു റിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ എന്തോരം അതെ പോയാൽ മതി, അപ്പോഴത്തേക്ക് വൈറലാവും എന്ന് പറഞ്ഞാലാണ് ഫിലിം ആർട്ടിസ്റ്റുകൾ പോകുന്നിടത്ത് വൈറലാവുന്നതുകൊണ്ടാണ് ഈ അമ്മ എന്ന് പറഞ്ഞൊരു സംഘടന ഇത്ര വലിയ വൈറലായിട്ട് നിൽക്കണേ. അല്ലെങ്കിൽ എന്താണ്, ഇത് സാധാരണ ഒരു സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ, അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അത്ര ഇതിന് ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. അമ്മയിലുള്ള പ്രശ്നങ്ങൾ നമ്മളെന്തിനാണ് അറിയുന്നത്? 10 ലക്ഷം. അതാണ് നമ്മളെന്തിനാണ് ഈ അമ്മയോട് അംഗത്വത്തിന് വേണ്ടി 10 ലക്ഷം രൂപ ചോദിച്ചു. നമ്മൾ അത്ര സിനിമ ചെയ്തിട്ടില്ല, എന്നാലും 10 ലക്ഷം ചോദിച്ചു. അല്ല, നമ്മൾ എന്തിനാണ് ഈ അമ്മയിലൊക്കെ ഇത്രയും കാശും കൊടുത്ത് ഇത്രയും ഇമ്പോർട്ടൻസും കൊടുത്ത് ചെയ്യേണ്ടത്? അത് ഫിലിമിൽ പ്രവർത്തിക്കുന്ന കുറച്ച് ആൾക്കാരുടെ ഒരു സംഘടന. അത് പബ്ലിക്കിന് ഒരു ഗുണവും ഇല്ല അതുകൊണ്ട്. ശരിയല്ലേ? പബ്ലിക്കിന് ഇതിനെപ്പറ്റി ഇതിനകത്ത് നടക്കുന്ന ഈ ഇവരുടെ ഈഗോസും ഇവരുടെ ഈ സ്റ്റൺസും ഒക്കെ കാണേണ്ട ഒരു ആവശ്യമില്ല, അല്ലേ? അത് ന്യൂസ് ചാനലൊക്കെ ചുമ്മാ വലിച്ചു നീട്ടി അവർക്ക് വൈറലാവാൻ വേണ്ടിയിട്ട് ഒരു വിഷയം കിട്ടാൻ വേണ്ടി. പക്ഷെ എന്നാലും ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയാം. ഇപ്പൊ ടീട്ടോം അൻസിബ വിഷയത്തെ പറ്റി എന്തെങ്കിലും ഒരു ഒപ്പീനിയൻ? അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ അവരുടെ പേഴ്സണൽ ഇഷ്യൂസും ഈഗോസും തമ്മിൽ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇതൊക്കെ ശരിക്കും പബ്ലിക്കിന് അറിയേണ്ട ഒരു കാര്യമില്ല, അറിയിക്കേണ്ട കാര്യമില്ല ഇവർക്ക്. സോഷ്യൽ മീഡിയ ഇതൊക്കെ അറിയിച്ച് വൈറലാക്കാൻ ഭാഗത്താണ്. ടിനി ടോമിന്റെയും ഇല്ല, ഞങ്ങൾ ആരുടെയും ഭാഗത്തല്ല. ഈ ഒരു സീരിയലിനകത്ത് ഇതുപോലുള്ള ഈഗോസ് നടക്കുന്നുണ്ട്. ഇത് പബ്ലിക് അറിയുന്നുണ്ടോ? അറിയുന്നില്ല. സിനിമാക്കാർ കുറച്ചുകൂടെ പോപ്പുലാരിറ്റി ഉള്ളത് കൊണ്ട് തന്നെയാണ് അവരുടെ കാര്യങ്ങൾ അറിയണത്. ഇത് ശരിക്കും പുറത്ത് പബ്ലിക് അറിയേണ്ട ഒരു കാര്യമല്ല ഇത്. ശരിയല്ലേ? ഇപ്പൊ ഒരു രാഷ്ട്രീയ സംഘടനയുടെ ഒരു പ്രശ്നങ്ങളാണെങ്കിൽ ഓഫ് കോഴ്സ് ഇത് സാധാരണക്കാരറിയണം. ഈ അമ്മയെന്ന് പറഞ്ഞൊരു സംഘടന കൊണ്ട് പൊതുജനങ്ങൾക്ക് എന്ത് ഗുണമാണുള്ളത്? എന്തെങ്കിലും സപ്പോർട്ട് ഇവർ പൊതുജനങ്ങൾ കൊടുക്കുന്നുണ്ടോ? ഈ ആർട്ടിസ്റ്റുകൾക്ക് സപ്പോർട്ടാണ്, അവർക്ക് പെൻഷൻ ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ ഇൻഷുറൻസ് ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള പ്രയോജനങ്ങളുണ്ട്. ഈ പൊതുജനങ്ങൾക്ക് എന്താണ് പ്രയോജനം? പൊതുജനങ്ങൾ എന്തിനാണ് ഇതിനെപ്പറ്റി അറിയണത്? കറക്റ്റ് അല്ലേ? ഇപ്പം എനിക്ക് അടുത്ത് ചോദിക്കാനുള്ളത്, ഇപ്പോൾ സീരിയലിൽ എന്താ പറയുക, പെണ്ണുങ്ങൾക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റി കഥാപാത്രങ്ങൾ കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? അത് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് ഇമോഷണൽ ആയി പോവും. എന്നാലും ഞാൻ പറയാം, അതങ്ങനെയാണ്. അതെ, അലൻ ജോസിന് എന്താ തോന്നിയിരിക്കണേ? നമ്മൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. അപ്പൊ അലൻ ജോസിന് എന്താ ഇതിൽ നിന്ന് തോന്നുന്നത്? സ്ത്രീകൾക്കാണോ? നിങ്ങളിപ്പോ ഇപ്പോഴും ചാൻസ് ചോദിക്കുന്നില്ലേ? നമ്മളിപ്പോഴും ചാൻസ് ചോദിക്കുന്നുണ്ടോ? അപ്പൊ എന്താണ്, സ്ത്രീകൾക്കാണോ മുൻഗണന അല്ലെങ്കിൽ പുരുഷന്മാർക്കാണോ മുൻഗണന? മുൻഗണന എന്താ തോന്നുന്നത്? സ്ത്രീകൾക്കാണ്. ഞാൻ പ്രേക്ഷകരോട് പറയാം, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല സീരിയലിലും ലേഡീസ് ഒരു ചാനലിൽ തന്നെ 2 സീരിയലിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും, അല്ലേ? അല്ലെങ്കിൽ ഏഷ്യാനിൽ വർക്ക് ചെയ്യുന്ന ആൾ തന്നെ സി കേരളത്തിൽ വർക്ക് ചെയ്യും. കോ ആർട്ടിസ്റ്റുകൾ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്. ഞങ്ങളിത് ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല.
അതേസമയം നമ്മളിപ്പോൾ ഒരു സീരിയലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ സെയിം ചാനലിൽ മറ്റൊരു സീരിയലിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അയ്യോ നിങ്ങൾ ആ സീരിയൽ വർക്ക് ചെയ്യണല്ലേ, മറ്റേതിനകത്ത് നിങ്ങൾ എടുക്കാൻ പറ്റില്ല എന്ന് പറയും നമ്മളൊരു ചാൻസ് ചോദിച്ച് ചെല്ലുമ്പോൾ. അതേപോലെ നമ്മുടെ കൂടെ അഭിനയിക്കുന്ന, നമ്മുടെ പേരായിട്ട് അഭിനയിക്കുന്ന കുട്ടി ചിലപ്പോൾ മറ്റേ സീരിയലിൽ അഭിനയിക്കും. ഇതിനകത്ത് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? പുരുഷന്മാർക്ക് മാത്രമേ ഉള്ളൂ ഈ അവഗണന, സ്ത്രീകൾക്ക് ഈ അവഗണന കിട്ടുന്നില്ല. ഈ സമത്വമൊക്കെ പറയുന്നുണ്ടെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ചാനലുകാരിലുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയണേ. ഇത് എന്താ പറയുന്നത്, ഇതൊരു ഇതാക്കാൻ വേണ്ടിയിട്ടൊന്നും ഞാൻ പറയുന്നതല്ല. ഇത് ഒരു എല്ലാ ഭർത്താക്കന്മാരുടെ റോൾ ഉണ്ടല്ലോ സീരിയലിൽ വരുമ്പോൾ, അത് കുറച്ച് എന്താ പറയാ, ഒരു പാവത്താൻ പോലുള്ള ആൾക്കാരാണ് കൂടുതലും സീരിയലിലെ കഥാപാത്രങ്ങൾ അഭിനയിക്കുന്നത്. സ്ത്രീകളാണെങ്കിൽ കുറച്ച് മെച്ചുവേർഡ്. അതെന്തുകൊണ്ടായിരിക്കും? അല്ല, അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ളത് കൂടുതൽ നെഗറ്റീവ് ക്യാരക്ടേഴ്സാണ്. അപ്പം നെഗറ്റീവ് ക്യാരക്ടേഴ്സും ഞാൻ കുറച്ച് വില്ലനായിട്ടുള്ള ക്യാരക്ടറാണ് കൂടുതൽ ചെയ്തേക്കുന്നത്. അത് സാരമില്ല. പക്ഷെ പോസിറ്റീവ് നമ്മളെ ഇത് കാണും, പക്ഷെ എന്തെങ്കിലും സീൻ വൃത്തികേടുണ്ടോ, നമുക്കൊന്നും കൂടി ഒന്ന് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനുണ്ടോ എന്ന് മാത്രമേ നമ്മൾ നോക്കാറുള്ളൂ. അല്ലാതെ ഈ സീരിയലിൽ ഫുള്ളായിട്ട് പാവത്താൻ മാത്രമുള്ള ക്യാരക്ടർ എന്ന് പറയാൻ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സും സീരിയലിൽ വരാറുണ്ട്. പക്ഷെ ഈ പ്രഷർ കൂടുതലും ശ്രദ്ധിക്കുന്നത് സീരിയലിൽ ഈ ഫീമെയിൽസ് ഓറിയന്റഡ് ആയിട്ടുള്ള സീൻസ് ആയിരിക്കും ശ്രദ്ധിക്കുന്നത്. അത് കൈൻഡ് ഓഫ് പ്രഷറാണ് നമുക്ക് സീരിയലിനകത്തുള്ളത്. ചോദിക്കാൻ അനുഭവമാണ്. അപ്പോൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന സീരിയൽ ഏതൊക്കെയാണ്? ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് വല്യേട്ടൻ എന്ന് പറഞ്ഞ സീരിയലില്, സി കേരളത്തില് ഹരിമാഷ് എന്ന് പറഞ്ഞ എക്സ്പീരിയൻസ്. അതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന എല്ലാം നെഗറ്റീവ് ക്യാരക്ടേഴ്സാണ്. ഇപ്പൊ ചെയ്യുന്നത് എൻ്റർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാവം. കുങ്കുമപ്പൂ സീരിയൽ ആക്ടർ അല്ലേ? അല്ലല്ല, കുങ്കുമപ്പൂവിലില്ല, ഞാൻ കുടുംബവിളക്ക് നായകൻ അതിനകത്ത് വലിയേട്ടനല്ല. അല്ലല്ല, കുങ്കുമപ്പൂവിലല്ല, വേറൊരു സീരിയലുണ്ട് പഞ്ചാഗ്നിയിലെ ഹീറോ ആയിരുന്നു. മഞ്ഞു പോലെ ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞ സീരിയൽ, സിനിമയിലെ ഹീറോ ആയിരുന്നു. ജയകൃഷ്ണൻ ഞാനും തമ്മിൽ ആ സീരിയല് നോർമൽ ഒരു സീരിയൽ പോലെ തന്നെയാണ്. മെർലാൻഡ് ആണ് അതിന്റെ പ്രൊഡക്ഷൻ. എന്താ അതിന്റെ സ്റ്റോറി പറയാൻ പറ്റുമെങ്കിൽ? അല്ല, അതൊരു എന്താ പറയുക, വല്യണ്ണൻ എന്ന് പറഞ്ഞിട്ട് തെലുങ്കിലും കന്നഡയിലും ഒക്കെ ഉള്ള ഒരു സീരിയൽ, അതിലൊക്കെ ഹിറ്റായ ഒരു സീരിയല്. അതിൻ്റെ ഒരു മലയാളം വെർഷനാണ് ഈ വല്യേട്ടൻ എന്ന് പറഞ്ഞ സീരിയൽ. അപ്പോൾ അതിനകത്തൊരു ആങ്ങള ഒരു 4 പെൺകുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സീരിയലാണ്. റേറ്റിംഗ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? റേറ്റിംഗ് ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഏറ്റവും ടോപ്പിലൊക്കെ നമ്മൾ വന്നിരുന്നു റേറ്റിംഗിൽ. ഇപ്പം ചെറിയ സെക്കൻഡ് അതിനകത്ത് വർക്ക് ഉണ്ടോ? അതില്ല, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലാരാണ് ഹീറോയിൻ? അർച്ചന ചേച്ചി ആരാണ്? അർച്ചന ചേച്ചിയുടെ സുജിത ധനുഷ് എന്ന് പറഞ്ഞു, പഴയ നമ്മുടെ സിനിമയിലൊക്കെ ഉള്ള ഒരു ആർട്ടിസ്റ്റാണ്. അപ്പൊ ആ സിനിമയില് ഒരു ആർട്ടിസ്റ്റ് സീരിയലിലേക്ക് വരുമ്പോൾ ചേട്ടൻ്റെ കൂടെ ഒരുമിച്ച് സീക്വൻസ് ഉണ്ടാവുമല്ലേ? സിസ്റ്ററായിട്ട്. അപ്പൊ ഒരു എന്താ പറയാ, ആക്ടിങ് ഇതെങ്ങനെയുണ്ട്? നമുക്കൊരു എക്സ്പീരിയൻസ്, ഒരു ആർട്ടിസ്റ്റ് അവർക്ക് അത്ര എക്സ്പീരിയൻസ് ഉണ്ട്, സിനിമയിൽ ചെയ്തിട്ടുണ്ട്, കുട്ടി ചൈൽഡ്ഹുഡ് വരെ അവർ അഭിനയിക്കും. നമുക്കൊരു നല്ലൊരു ആർട്ടിസ്റ്റ് അഭിനയിക്കും, നമുക്ക് കംഫർട്ടാണ്, നമുക്ക് ആ ഒരു നമ്മുടെ ലെവലിൽ നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. അല്ല, അലൻ ജോസ് ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളിപ്പോൾ അലൻ ജോസ് ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു സിനിമയിൽ നിന്ന് സീരിയലോട്ട് വരുമ്പോൾ എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന്. ശരിയല്ലേ? അപ്പം നമുക്ക് നമ്മുടെ കൂടെ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള ലെവൽ മാത്രമേ ഉള്ളൂ. ഇവരെന്തുകൊണ്ട് സീരിയലിൽ നിന്ന് വരുന്ന ഒരാൾ സിനിമയിൽ വരുമ്പോൾ ഈ ഒരു ഡിഫറൻസ് കാണുന്നത്? ചേട്ടനോട് ചോദിക്കട്ടെ, നമ്മൾ ഇന്നാള് ഒരു പോസ്റ്റർ ഞാൻ കണ്ടിരുന്നു, ചേട്ടൻ തന്നെ സീരിയലിൻ്റെ ഒരു പോസ്റ്റർ വലിയൊരു ബാനറിലൊക്കെ ആയിരുന്നു. അത് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ആ പോസ്റ്റർ മാറി, അടുത്ത പോസ്റ്റർ വെച്ച്. അതെ, അവരത് പബ്ലിസിറ്റിക്ക് വേണ്ടി. ഇപ്പൊ നമ്മുടെ അത് ഈ വിഷമമുണ്ടോ ചേട്ടൻ? അതിലങ്ങനെ വിഷമമൊന്നുമില്ല. എന്ത് തോന്നിയത്? പോസ്റ്റർ കണ്ടിട്ട് നല്ല സന്തോഷം. നമ്മളിങ്ങനെ ഫ്രെയിമിൽ അത്രയും നിറഞ്ഞു നിൽക്കുമ്പോ, നമ്മുടെ ഏരിയയില് നമ്മുടെ സ്ഥലത്ത് നിൽക്കുമ്പോ നമ്മുടെ ആൾക്കാരെ മൊത്തം കാണുമ്പോൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യും, അതിങ്ങനെ കാണുന്നുണ്ടല്ലോ. അത് നമുക്കൊരു പോസിറ്റീവ് ഒരു ഇതല്ലേ. നമ്മ താഴത്തെ ലെവലിൽ നിന്നിട്ട് അത്രയും ലെവലിലായി, പോസ്റ്റർ വരെ ആയി, ഉയരാറുണ്ട്. നമുക്കൊരു പോസിറ്റീവ്. നാട്ടിലും വീട്ടിലൊക്കെ എങ്ങനെയുണ്ട്? വീട് എവിടെയാണ് ഇപ്പൊ താമസിക്കുന്നത്? തൃപ്പൂണിത്തുറയിലാണ്. ഇപ്പൊ വർക്ക് മറ്റേ തിരുവനന്തപുരം. അപ്പൊ ഡെയിലി പോയി വരുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് ഷെഡ്യൂൾ? വീക്ക്ലി അവരുടെ ഡേറ്റ് അനുസരിച്ച് അവിടെ ഹോട്ടൽ റൂംസും കാര്യങ്ങളും. പിന്നെ എനിക്ക് ചോദിക്കാൻ, കല്യാണം കഴിച്ചോ? ഇല്ല, ഞാൻ മാരീഡ് അല്ല. എന്തുകൊണ്ടാണ്? നല്ലൊരു പാർട്ണർ എന്താണ് കേട്ടത്? ലൈഫിലേക്ക് നമുക്ക് മനസ്സിലാക്കണ ഒരാളെ അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വ്യക്തികളെ ഇപ്പൊ ഞാൻ എന്നെപ്പറ്റി ഞാൻ കളിയാക്കി ശരിയല്ല, എന്നാലും ഞാൻ പറയണേ, ഇപ്പൊ എന്നെ ഏറെട്ടനെയും കളിയാക്കുന്ന ഒരു കാര്യം കല്യാണ വിഷയത്തില്.
അതെ കാണാറുണ്ട്. കാണാറുണ്ടല്ലോ. അപ്പോൾ ചേട്ടനെ പോലത്തെ എസ്റ്റാബ്ലിഷ്, അത്യാവശ്യം കുറച്ചെങ്കിലും എസ്റ്റാബ്ലിഷ് ആണ് ചേട്ടൻ സീരിയലിലും കാര്യങ്ങളും, ലുക്ക് വൈസ് ആണെങ്കിലും. അല്ല അങ്ങനെ പറയാം, ഞങ്ങളെക്കാട്ടി എസ്റ്റാബ്ലിഷ് അലൻ ജോസ് തന്നെയാണ്. അത് ഞങ്ങൾ എന്തായാലും ഇപ്പം ആരും എന്ത് പറഞ്ഞാലും ഞങ്ങൾ സമ്മതിക്കൂല. അല്ല പിന്നെ ഒരു കാര്യം വെച്ചാല് നമ്മള് സിംഗിൾ ആയിട്ട് ഇപ്പൊ നടക്കുന്നതുകൊണ്ട് ഒരു കൂട്ട് വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കല്യാണം കഴിച്ചാലേ നമ്മുടെ ജീവിതം മുമ്പോട്ട്, അത് പഴയ ആൾക്കാര് അങ്ങനെ ഒരു ഇത് കൊണ്ടുവന്നേക്കണാണ്, കല്യാണം കഴിക്കണം. അല്ലാതെ ഇന്നത്തെ ജനറേഷൻ ശരിക്കും പറഞ്ഞാൽ, അല്ല ഇന്നത്തെ ജനറേഷൻ അതിപ്പോൾ നമുക്ക് തോന്നുന്നതാണ്. ഒരു ആഫ്റ്റർ ഒരു 50s അല്ലെങ്കിൽ ഒരു 60s നമുക്കൊരു, ഞാൻ മാരീഡാണ്, ഒരു കുട്ടിയുണ്ട്, വൈഫ് വർക്കിംഗ് ആണ്, കുഞ്ഞ് 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ ഒരു ലൈഫിൽ ഇതൊന്നും തോന്നില്ല. നമുക്ക് കൂടെ കുറേ ആൾക്കാരുണ്ട്, ഫ്രണ്ട്സുണ്ട്, നമ്മളിപ്പോൾ ഫെയിമായിട്ട് നിൽക്കുന്ന ടൈമാണ്. ഇത് കഴിഞ്ഞിട്ടൊരു സമയമുണ്ട്, ഒരു ആഫ്റ്റർ 60s അല്ലെങ്കിൽ ആഫ്റ്റർ 70s ഒക്കെ നമുക്കൊരു ടൈം ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ആഫ്റ്റർ 40s തന്നെ നമുക്ക് വെക്കാം. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ എപ്പോഴും ഈ കൂടെ നിൽക്കുന്ന ഈ ഫെയിം ഉള്ളപ്പോൾ ഉള്ള ആ കൂട്ടുകാരൊന്നും നമുക്ക് അന്നേരം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നമുക്ക് സപ്പോർട്ടീവായിട്ട് നമ്മുടെ വൈഫും കുട്ടിയും ഒക്കെ ഉണ്ടാവുള്ളൂ, നമ്മളെ ഒന്ന് കെയർ ചെയ്യാനോ നമുക്കൊരു അസുഖം വന്നു. അല്ല ഉറപ്പുണ്ട് അങ്ങനെ ഇപ്പം നമ്മൾ നമ്മുടെ അച്ഛനും അമ്മയും കെയർ ചെയ്യുന്നില്ലേ, അതേപോലെ തന്നെ ആ കുട്ടികൾ നമ്മളെ കെയർ ചെയ്യുന്നുള്ളൊരു. താങ്കളൊരു ഗോഡ് ബ്ലസ് യു എന്ന സിനിമയിലെ ഒരു കഥാപാത്രത്തിന് വേണ്ടി പ്രണയരംഗങ്ങളൊക്കെ കണ്ടിരുന്നു. അതൊക്കെ എനിക്ക് അന്ന് കിട്ടിയൊരു റിയൽ ലൈഫിലൊരു പ്രണയം എന്തെങ്കിലും? പ്രണയം ഉണ്ടായിട്ടുണ്ട്, പ്രണയമില്ലാത്ത മനുഷ്യരില്ലല്ലോ. ഉണ്ടായിട്ടുണ്ട്. 6 മാസം മുന്നേ. 6 മാസം മുമ്പ് പ്രണയം ഉണ്ടായിട്ടുള്ളതാണ്. അതിനെപ്പറ്റി ഒന്ന് പറ, നിന്റെ പ്രണയത്തെ പറ്റി ഞങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹം. അതെ, ഇത് ഫെയിമിൽ വന്നപ്പോ കുറെ പേര് വരുമല്ലോ, അപ്പൊ അതിലൊരാള് നേരിട്ട് മീറ്റ് ചെയ്ത് കണ്ടു, പിന്നെ പെട്ടെന്ന് ബ്രേക്കപ്പ് ആയി. അത് പെട്ടെന്ന് ബ്രേക്കപ്പ് ആയി. അവള് നമ്മളൊന്നും ആദ്യം നമ്മൾ വിശ്വസിച്ചു, പിന്നെ അത് പ്രാങ്കാന്ന് പിന്നെ മനസ്സിലായി. പ്രാങ്കിന് വേണ്ടി ഇതിന്റെ പ്രണയം ഒന്ന് അടിച്ചു. അതന്നെ അല്ല, റീച്ച് ഉണ്ടാക്കിയില്ല, അവള് വീഡിയോ എടുത്തൊന്നുമില്ല. അവള് ഒന്ന് കമ്പനി അടിച്ചു, പിന്നെ നമുക്കത്. അല്ല നിനക്ക് ആരോടെങ്കിലും സിൻസിയർ ആയിട്ട് ഇതുവരെ പ്രേമം തോന്നിയിട്ടുണ്ടോ? സിൻസിയർ ആയിട്ട് എന്നെ മനസ്സിലാക്കുന്ന ആരും വന്നിട്ടില്ല. അല്ല അങ്ങനെയല്ല, മനസ്സിലാക്കുക എന്നുള്ളതല്ല, നമുക്കൊരാളോട് ഒരു അടുപ്പം തോന്നുക, അല്ലെങ്കിൽ കുറച്ചാൾ നമ്മളവരോട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അവർ പോകുമ്പോഴൊരു മിസ്സിങ് വരുമ്പോഴാണ് ശരിക്കും നമ്മളത് ഫീൽ ചെയ്യുന്നത്. ഇന്ന ആളുമായിട്ട് നമുക്ക് അയ്യോ എനിക്ക് എന്താണ് മിസ് ചെയ്യുന്നതെന്ന് ഫീൽ ചെയ്യുമ്പോഴാണ് നമുക്കൊരു പ്രേമം റിയലൈസ് ചെയ്യുന്നത്. അങ്ങനെ ആരെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇപ്പോൾ എന്താ പറയാ, നമ്മളൊരു എന്താ പറയുക സ്റ്റേബിളായിട്ട് നിന്നിട്ടില്ലല്ലോ. നമുക്ക് ഫെയിം ഉണ്ടെങ്കിൽ പോലും അതിലൊരു അച്ചടക്കം വന്ന ശേഷമേ കല്യാണം നമ്മൾ ചിന്തിക്കുള്ളൂ. കല്യാണം അല്ല ഞാൻ ചോദിക്കുന്നത്, പ്രേമമാണ് ചോദിക്കുന്നത്. അല്ല ഡിപ്രഷൻ സ്റ്റേജിലോട്ട് പോയോ? ഡിപ്രഷൻ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ഒരു കുറച്ച് ചെറിയ കാര്യം പറയാം. അപ്പോൾ കുട്ടിക്കാലത്ത് മേഘ എന്ന് പറഞ്ഞ പെൺകുട്ടിയോട് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു. ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോ മേഘ നോട്ട് ദ പോയിന്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു എസ് വെച്ചുള്ളൊരു പേരുള്ള പെൺകുട്ടിയുടെ പേര് പറയാൻ താല്പര്യപ്പെടുന്നില്ല. പിന്നെ എ വെച്ചൊരു പേരുള്ളൊരു പെൺകുട്ടി. പിന്നെന്താ അതെന്താ പേര് പറയാൻ മടി? എന്താ അല്ല അവരുടെ പേഴ്സണൽ ലൈഫ് നമുക്ക് കടക്കണ്ടെന്നോർത്താണ് ഒരു ലെറ്റർ പറയുന്നത്. അപ്പൊ ഒരു എന്റെ കണക്കൂട്ടൽ അവരിത് കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം കേട്ടോ, പെരേരയുടെ ഒരു ഫീലിങ്സ് എ വെച്ചും എസ് വെച്ചുള്ള ആരാണെന്നെങ്കിലും. കാരണം നമ്മുടെ ലൈഫില്